ഹായ് നമസ്കാരം. മാങ്കുളത്താണ് കേട്ടോ. മാങ്കുളത്ത് നമ്മളൊരു ടൈഗർ കേവ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാണുന്ന ആ ചെറിയ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ കേട്ടോ. ടൈഗർ കേവ് എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ പോയിട്ട് വേണം നമുക്ക് ടൈഗർ കേവ് കാണാൻ കേട്ടോ. ഒരു 500 മീറ്റർ ട്രക്ക് ചെയ്തുകൊണ്ട് വേണം കേട്ടോ നമുക്ക് കേവിനടുത്ത് എത്താൻ. നമുക്ക് ആദ്യം ഈ തൂക്കുപാലം കടക്കാം കേട്ടോ. ഈ തൂക്കുപാലം കടന്നു കഴിഞ്ഞാൽ ഒരു 500 മീറ്ററും കൂടെ ഉണ്ട്. തൂക്കുപാലത്തിനിടയിൽ ചെറിയൊരു പുഴയാണ്. വെള്ളമെല്ലാം കുറവാണ്, പക്ഷേ പാലം നമ്മൾ നടക്കുമ്പോൾ നന്നായിട്ട് ആടുന്നുണ്ട് കേട്ടോ. എന്തായാലും പുഴ മനോഹരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കൂടെ ഉള്ളവർ എല്ലാം മുന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടന്ന് അവിടെ എടുത്താൽ കേട്ടോ. പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ മുളങ്കാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പ്രവേശിക്കുന്നത്. ഈ മുളങ്കാട്ടിനുള്ളിലൂടെ നടക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വൃത്തിയുള്ള നല്ല സ്ഥലമാണ്. കാടൊന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടായിരിക്കും നമ്മൾ യാത്ര ബുദ്ധിമുട്ടില്ലാത്തത് കേട്ടോ. എന്തായാലും നല്ല മനോഹരമായ ഒരു ചെറിയ മുളങ്കാടാണ്. അപ്പോൾ നമുക്ക് ആ ദൂരത്ത് കാണാൻ കേട്ടോ കേവ്. അപ്പോൾ ആ കേവാണ് കാണാൻ എടുത്ത് പോയത്. അപ്പോൾ നമുക്കിനി ടൈഗർ കേവിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. നമ്മളെ ടൈഗർ കേവ് ആണ് കാണുന്നത്. കുറച്ച് റിസ്ക് ഉണ്ട് ഉള്ളിലേക്ക് കയറാൻ. പോയി നോക്കാം. കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെ വേണം കേട്ടോ നമുക്കിവിടെ വരാൻ. ടൈഗറൊന്നും ഇവിടെ ഇല്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കണ്ട. പാമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ. കടന്നിട്ട് നമ്മൾ അടുത്ത കേവിലേക്ക് പോവാണ്. അപ്പോൾ ഇതിവിടെ നമ്മളെ എൻഡ് പോയിൻ്റ് ആയിട്ടുണ്ടോ കേവ് വിസിറ്റ് ചെയ്യാനുള്ള. ഇനി നമുക്ക് ആരും ബാരിക്കേഡ് വെച്ച് കെട്ടിയിട്ട് അവിടേക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഇനിയും അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫോട്ടോ പ്ലേസ് ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാം. പണ്ടത്തെ പുലിമടയാണ് ഇത്. നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എടുത്താണ്. പിള്ളേർക്കൊക്കെ ഇതിൻ്റെ അകത്താണ്, ഇങ്ങനത്തെ സ്ഥലത്താണ് ടൈഗർ താമസിക്കുന്നതെന്ന് അറിയിച്ചു കൊടുക്കാനുള്ള ഒരു ഇതായിട്ടാണ് മാങ്കുളത്ത് ഫോറസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന്. ഓക്കെ, താങ്ക് യു. ഇനി പോവാനുള്ളത് നമ്മൾ സെക്കൻഡ് കേവ് ആണ് പറഞ്ഞത്. സെക്കൻഡ് കേവിലേക്ക് കുറച്ചുകൂടി അടിപൊളിയാണ് ഈ സെക്കൻഡ് കേവ് എന്ന് പറഞ്ഞത്. വലിയൊരു പാറ തൂങ്ങി നിൽക്കാം കേട്ടോ. അതിൻ്റെ അടിയിലേക്കാണ് നമ്മൾ പോണത്. ഭയാനകമായ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് പോകേണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ സെക്കൻഡ് കേവിലേക്ക് കുറച്ച് റിസ്ക് തന്നെ പോകാൻ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം പോകാൻ. തീരെ സ്ഥലമില്ല, എങ്കിലും പോയോ കേട്ടോ. അപ്പോൾ ഇനി ടൈഗർ കേവ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇത്രയൊക്കെ തന്നെ ടൈഗർ കേവിൻ്റെ വിശേഷങ്ങളൊക്കെ. താങ്ക് യു.